എല്ലാവർക്കും നമസ്കാരം. ഒരു എളിയ ചലച്ചിത്ര സംവിധായകൻ എന്നുള്ള രീതിയിൽ എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ സിനിമ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ അത് കോമഡിയാണോ അതോ ട്രാജഡിയാണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. കൂട്ടത്തിൽ പറയട്ടെ, ഞാനൊരു 7 സിനിമകൾ, ഫീച്ചർ ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. 8ാമത്തെ ഫീച്ചർ ഫിലിം മിസ്റ്ററി കേറ്റ് എൻ്റെ അവസാന വർക്കിലാണ്. അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചോദ്യത്തിന് ഞാൻ എപ്പോഴും പറഞ്ഞൊരു മറുപടി ഇതാണ്: അതെങ്ങനെ നിങ്ങൾ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് എപ്പോഴും ഒരു വിഷയത്തെ കോമഡിയാക്കുന്നതും ട്രാജഡിയാക്കുന്നതും. നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ നടന്നു പോകുന്നു നിങ്ങളുടെ മുന്നിലൂടെ. പെട്ടെന്ന് അദ്ദേഹം നമ്മുടെ ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, പഴത്തൊലി ചവിട്ടി വീഴുക എന്നുള്ളത്. അദ്ദേഹം ഏതോ രീതിയിൽ വീണ പക്ഷേ നിങ്ങളിൽ രണ്ട് തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകും. അതിൽ ഒരു പ്രതികരണം, അയ്യോ ആ മനുഷ്യൻ വീണുപോയല്ലോ. ആ ചിന്തയിൽ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ല, നിങ്ങളത് വളരെ ദുഃഖത്തോടെ നോക്കിക്കാണുന്നു. അതേ വിഷയം തന്നെ വേറൊരാൾ ചിന്തിക്കുന്നത്, ആ വീണത് ഞാനല്ലല്ലോ. അതുകൊണ്ട് അയാൾക്ക് ചിരി വരുന്നു. നമ്മുടെ ബഹുഭൂരിപക്ഷ ആളുകളും എപ്പോഴും അത്തരം കാഴ്ചകൾ കാണുമ്പോൾ ചിരിക്കുകയാണ് ചെയ്യുക. കാരണം അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു പരപീഡ വാഞ്ഛയുടെ ഒരു പ്രതീകം തന്നെയാണ് അത്തരം ഒരു ചിരിപ്രകടനം. യഥാർത്ഥത്തിൽ അതൊരു ഫാസിസമാണ്. പ്രത്യേകിച്ചും നമ്മുടെ സിനിമകളിൽ ആവിഷ്കരിക്കുന്ന ചിരി മിക്കവാറും ഫാസിസമാണ്. എപ്പോഴും നായകൻ്റെ തല്ലുകൊള്ളുന്ന ഒരു കറുത്ത ഉപനായകൻ. ജഗതിയൊക്കെ വരുമ്പോഴാണ് ഒരു വെളുത്ത ആളെ കാണുള്ളൂ, അല്ലെങ്കിൽ കറുത്തവനായിരിക്കും മിക്കവാറും. അത് നായകൻ്റെ തല്ലുകൊള്ളാനുള്ള, ആ നായകൻ്റെ തല്ല് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഉപനായകൻ വാങ്ങിക്കുമ്പോൾ അത് പ്രേക്ഷകൻ ചിരിയോടെ സ്വീകരിക്കുന്നു. അവിടെ പല സംഭവങ്ങളുണ്ട്. സിനിമയിലെ മിക്കവാറും കോമഡികൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, മറ്റൊരാളുടെ വീഴ്ചയിൽ, മറ്റൊരാളുടെ പീഡനത്തിൽ, മറ്റൊരാളുടെ വേദനയിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നതാണ് ഈ ചിരികളെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഇത്രയധികം നമ്മുടെ ഈ ലോകത്ത് എന്താ ഇത്ര ചിരിക്കാനുള്ളത്? ബുദ്ധൻ ചോദിക്കേണ്ടത്, ലോകം ഇത്രയേറെ കലുഷിതമായിരിക്കെ, ലോകം ഇത്രയേറെ യാതനാനിർഭരമായിരിക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുക? മറ്റൊരാളുടെ വേദന കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ കഴിയുന്നത് നമ്മുടെ ഉള്ളിലെ തന്നെ ഫാസിസ്റ്റ് പ്രവണതയാണ് എന്ന് നമുക്ക് തിരിച്ചറിയുക. നമസ്കാരം.